ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, ആഭ്യന്തരമന്ത്രി ജി. പരമേശ്വര എന്നിവർക്കെതിരെ നിയമ നടപടിയുമായി ബി.ജെ.പി. ആർ.സി.ബി ക്യാപ്റ്റനായ വിരാട് കോഹ്ലിക്കെതിരെ ഇന്നലെ ഒരു പൊതുപ്രവർത്തകനും പരാതി നൽകിയിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഒരു പടി കൂടി കടന്ന് സർക്കാരിനെതിരായ പോര് അത് നിയമ നടപടികളിലേക്ക് കൂടി കൊണ്ടെത്തിക്കുകയാണ് പ്രതിപക്ഷം, അല്ലേ? തീർച്ചയായും ആര്യ, കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെ ബി.ജെ.പി. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കർണാടക സർക്കാരിന് മേൽ ഉന്നയിച്ചിരുന്നത്. അതായത് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. എല്ലാം അറിഞ്ഞിട്ട് പോലും കപ്പിൽ മുത്തമിടാൻ അല്ലെങ്കിൽ ആ കപ്പിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനാണ് ഡി.കെ. ശിവകുമാർ ശ്രമിച്ചത്. അല്ലാതെ മറ്റ് പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ പോലും ഇവർ തയ്യാറായില്ല എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമ നടപടിയുമായി ബി.ജെ.പി. രംഗത്തെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കെതിരെ കൂടി പരാതി വരുന്നു എന്നതാണ് സാഹചര്യം. ശിവമോഗ സ്വദേശിയായ ഒരു ആക്ടിവിസ്റ്റാണ് പരാതി നൽകി. വെങ്കിടേഷ് എന്ന ഒരു ആക്ടിവിസ്റ്റാണ് വിരാട് കോഹ്ലിക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായിരുന്നത്. ഇന്നലെ എയർപോർട്ടിൽ വെച്ചായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത്. അത് ഈ ഇവന്റ് മാനേജ്മെന്റ് DNA-യുടെ പ്രതിനിധികളടക്കം ഉള്ളവരാണ്. RBCയുടെയും DNA-യുടെയും പ്രതിനിധികളടക്കമാണ് ഇന്നലെ അറസ്റ്റിലായത്. ഇവരെ ഇപ്പോൾ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഒപ്പം ഇനിയുള്ള അന്വേഷണങ്ങൾ അത് ഏത് തരത്തിലാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടായിരുന്നു. പോലീസിന് നേരെയൊക്കെ പോലീസ് കമ്മീഷണറെ വരെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ സർക്കാരിനെതിരെ സിദ്ധരാമയ്യക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നതുമാണ്. എന്തായാലും ഇപ്പോൾ കോടതി കൂടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത കോടതി റിപ്പോർട്ട് തേടിക്കൊണ്ട് സർക്കാരിനോട് വിശദീകരണം തേടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 10-ാം തീയതിക്കകം, അതായത് വരുന്ന 2 ദിവസത്തിനകം തന്നെ ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കൈമാറണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിൽ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ RBC അനുമതി തേടിയെങ്കിലും അത് പോലീസ് നിഷേധിച്ചിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അതായത് ആദ്യം RBC അനുമതി തേടിയിരുന്നില്ല, പിന്നീടാണ് അവർ ഈ ഇവന്റിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് RBC പോലീസിനോട് അനുമതി തേടിയത്. പക്ഷെ അത് നിഷേധിക്കപ്പെട്ടു. എന്നാൽ അത് ഗൗരവത്തിൽ എടുക്കാതെയാണ് ഈ RBC അടക്കമുള്ള സംഘടന ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം റിപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാകും. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി കൂടി മാറ്റുകയാണ് പ്രതിപക്ഷം എന്നതാണ് സാഹചര്യം. ബി.ജെ.പി. എന്തായാലും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. വിരാട് കോഹ്ലിക്കടക്കം എതിരെ പരാതി വരുന്നു എന്നതാണ് സാഹചര്യം. ഓക്കെ ഷംന, അപ്പൊ അങ്ങനെയൊക്കെയാണ് വാർത്തകൾ. അപ്പൊ ഞാൻ വാർത്ത കഴിഞ്ഞിട്ട് ബലിപ്പെരുന്നാൾ ആശംസകൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് പെരുന്നാളായിട്ട് എന്താണ് ഓഫീസിൽ രാവിലെ തന്നെ ആഘോഷിക്കാൻ പോയില്ലേ? അതെ ആര്യ, ഈദ് മുബാറക്ക്. ആര്യക്കും എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്ക്. പോണം, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങണം. ആദ്യമായിട്ടാണ് പെരുന്നാള് വീട്ടിലല്ലാതെ കൂടുന്നത്. എന്തായാലും ഫുഡ് വീട്ടിലാണെങ്കിൽ എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാവുമായിരിക്കും? ഇപ്പോ വീട്ടിലാഘോഷം സാധാരണ നമ്മൾ തിരക്കാണ് രാവിലെ. മെയിനായിട്ട് ഈ രാവിലെ അനിയനും ഉപ്പയൊക്കെ പള്ളിയിൽ പോകുന്നൊരു തിരക്കുണ്ടാകും. അതേ സൈഡിൽ ഉമ്മ ഫുള്ള് കിച്ചണിൽ ബിരിയാണിയാണല്ലോ നമ്മുടെ മെയിൻ ഈ പെരുന്നാളിന്. അപ്പൊ ബിരിയാണി വെപ്പും പരിപാടിയാണ്. അങ്ങനെ രാവിലെ മൊത്തം ഒരു ബഹളാണ് പെരുന്നാളിന്റെ ദിവസം. പെരുന്നാളിന്റെ തലേ ദിവസം ഈ മൈലാഞ്ചി ഇടലും നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഷെയ്പ്പാക്കൽ, അങ്ങനെ ഉള്ള പരിപാടി. അങ്ങനെ പെരുന്നാളിന്റെ ഒരു 2 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടുന്നു. മെയിനായിട്ട് ഫുഡ് തന്നെ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, അടുത്ത വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബിരിയാണി കഴിക്കുന്നു. അങ്ങനെ ഒരു ബിരിയാണികളുടെ ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങി തരുമോ? നോക്കാം. ഇവിടെ ഇപ്പോ എല്ലാരും കൂടി എനിക്ക് ബിരിയാണി ഒക്കെ വാങ്ങിത്തരാൻ ഇവിടെ ഡെസ്കിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഹോ, അപ്പൊ ശരി. അപ്പൊ ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ആഘോഷമാക്കാം കേട്ടോ. ഓക്കെ ആര്യ, താങ്ക് യു.